കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഇവിടെ നടക്കുന്ന ഭരണവൈകല്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി കരിങ്കൊടി കെട്ടിയവരാണ് നിങ്ങൾ. ഇച്ഛാശക്തിയുള്ള ജനപ്രതിനിധിയില്ലാത്ത മണ്ഡലമാക്കി ഈ നിയോജക മണ്ഡലത്തെ ആദപ്പതിച്ചിട്ട് അത് ചോദ്യം ചെയ്യുമ്പോൾ കേവലം വ്യക്തിഹത്യ നടത്തിയാൽ ഞങ്ങളാരും പിന്നോട്ട് പോകില്ല. അങ്ങനെ പിന്നോട്ട് പോകുന്നവരുമല്ല ഞങ്ങളുടെ ചിഹ്നം മൺപട്ടി മൺകോരുകയാണ്. ഈ നാട്ടിലെ തൊഴിലാളികളുടെ ചിഹ്നമാണ്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. ആത്മാഭിമാനമുള്ള പാർട്ടിയാണ്. ഒരു അതിസമ്പന്നനാണ്. കുഞ്ഞുമോൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. തീർച്ചയായും ഞാൻ അതിസമ്പന്നനാണ് എൻ്റെ കലകൊണ്ട് എന്ന് ഞാൻ അതിന് ഉത്തരം തരും. എൻ്റെ അമ്മ പട്ടകടവ് ഓഫീസിലെ തൊഴിലാളിയായിരുന്നു. സുധർമ്മ എന്നാണ് പേര്. തല്ലിലായിരുന്നു. എൻ്റെ അമ്മയ്ക്കുൾപ്പെടെയുള്ള തൊഴിലാളി സഹോദരങ്ങൾക്ക്, അമ്മമാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടപ്പോൾ അവർ കുട്ടപലായനം ചെയ്ത് എങ്ങോട്ടാണ്? എനിക്കത് പറയുന്നതിനൊരു മടിയില്ല. 2016 ഏറ്റവും ക്രൂരമായി വേട്ടയാടപ്പെട്ട കേരളത്തിലെ ഏത് സ്ഥാനാർത്ഥിയായിരുന്നു വെച്ചാൽ ഉല്ലാസ് ഗോപി. കേരളത്തിൽ ഇന്ന് ക്ഷേമ പെൻഷനുകൾക്ക് തുടക്കം കുറിച്ച മന്ത്രിമാർ നിലപാടുകൾ സ്വീകരിച്ച തൊഴിലാളികളുടെ, ട്രെയിനൂടുകളുടെ, കശുവണ്ടി തൊഴിലാളികളുടെ ഒക്കെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സാധാരണക്കാരനാണ്. ഞാൻ വരുന്ന എൻ്റെ ജീവിത സാഹചര്യങ്ങൾ പറഞ്ഞ് സഹതാപം നേടാനല്ല. അപ്പം ഞങ്ങൾക്കത് അഡ്രസ്സ് ചെയ്യാൻ കഴിയും. ഇവിടെ UDF 1982 ശേഷം ഒരു ജനപ്രതിനിധി ഉണ്ടാകും. ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഇവിടെ ഒരു സുഹൈലാണ് എന്നോട് ഉറപ്പുള്ളത്. UDF അല്ലേ, എൻ്റെ നാട്ടിൽ എൻ്റെ കുന്നത്തൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിട്ട്, കേരളത്തിൽ ആദ്യം തന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത് ഉല്ലാസ് അണ്ണനെ ആയിരിക്കും. ഞാൻ ഉല്ലാസ് അണ്ണൻ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ തന്നെ വിളിക്കാമല്ലോ? തീർച്ചയായിട്ടും ഉല്ലാസ് അണ്ണനെ ആയിരിക്കും. നമസ്കാരം. അപ്പം എങ്ങനെയുണ്ട് മണ്ഡലത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്? 2016 ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് ശേഷം ഇപ്പം കുറച്ചായി RYF സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള പദവി ലഭിച്ചിട്ട്. എങ്കിലും നിയോജക മണ്ഡലമാണ് പ്രഥമ പരിഗണന. അതെ, അവിടുത്തെ സമരങ്ങൾ, സംസ്ഥാന സമരങ്ങളോടൊപ്പം തന്നെ മണ്ഡലത്തിലെ സമരങ്ങളും നമ്മുടെ നാടിൻ്റെ വിഷമതകളും സന്തോഷങ്ങളും എല്ലാം പങ്കിട്ട് സാധാരണക്കാരനായി അവരോടൊപ്പം നിൽക്കുന്ന വലിയ ചർച്ച ചെയ്യപ്പെടാത്തൊരു മണ്ഡലം. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാത്തൊരു മണ്ഡലം, പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി ഇല്ലേ? അപ്പോൾ ആദ്യം തന്നെ UDF ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്, കേരളത്തിൽ ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് നമ്മുടെ കുന്നത്തൂർ മണ്ഡലത്തിലാണ്. ഇപ്പം ഉല്ലാസ് കോവൂർ UDF സ്ഥാനാർത്ഥിയാവുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്നു. അതിന് പുറമെ LDF പല സ്ഥാനാർത്ഥികളുടെ പേര് ഇപ്പോഴും വരുന്നു. അതൊരു കറക്റ്റ് ആയില്ലെന്ന് തോന്നുന്നു. ഇപ്പോഴും ആരാണെന്ന് ഒരു അവ്യക്തതയുണ്ട് ഇപ്പോഴും. പക്ഷേ കുഞ്ഞുമോനാണെന്ന് അദ്ദേഹത്തിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് നിലവിൽ ഈ മണ്ഡലത്തിൻ്റെ ഒരു പൾസ്? മണ്ഡലത്തിൻ്റെ പ്രധാന പൾസ് വികസനമില്ലായ്മ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അതിശക്തമായ ആൻറ്റി ഇൻകംബൻസി 10 പഞ്ചായത്തുകളിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നാട് എന്തായിരുന്നു 4 നൂറ്റാണ്ട് കാലത്തെ വികസനം പറയപ്പെടാൻ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക്, യുവാക്കൾക്ക്, അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതി യുവാക്കൾക്ക്, ഈ നാടിന്, തൊഴിലാളികൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞത് എന്നുള്ള ഒരു വലിയ ചോദ്യം നമ്മുടെ നാട്ടിൽ നിൽക്കുന്നു. അല്ല, 25 വർഷമായിട്ട് MLA ആയിട്ടിരിക്കുന്ന ഒരാൾ ഈ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റുമോ? ഒന്നും ചെയ്തില്ല. 25 വർഷമായിട്ട് MLA ആയിട്ട് നിൽക്കുന്ന ഒരാൾ ഈ മണ്ഡലത്തിൽ ഒരു വികസനവും ഇല്ലാത്ത. ഞാൻ ആദ്യം ഇത് വേറൊരു കാര്യം പറയാനുള്ളത്, മിക്കവാറും നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം വാടക കെട്ടിടത്തിൽ കഴിയുന്ന ഒരു മണ്ഡലം നമ്മുടെ 28 സർക്കാർ ഓഫീസുകൾ സ്വകാര്യ വാടക കെട്ടിടത്തിലാണ് ഇന്നും പ്രവർത്തിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ 25 വർഷം കാലഘട്ടം എന്തെങ്കിലും ചെയ്തതായിട്ട് ചേട്ടന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും ഇന്ന് ചെയ്തതായിട്ട്? സംസ്ഥാനത്തെ റോഡ് വികസനത്തിൻ്റെ ഭാഗമായി കിഫ്ബി വർക്കിൽപ്പെടുത്തി കുറേ അധികം റോഡുകൾ ചെയ്തിട്ടുണ്ട്. കാലപ്പഴക്കം ചെല്ലുന്നതനുസരിച്ച് റോഡ് നവീകരണത്തിൽ PWD അത്തരം ഫണ്ട് വിനിയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭീമമായ കണക്ക് പെരുപ്പിച്ച് കാട്ടിയാൽ നാടിൻ്റെ പൊതുവികസനത്തിന് എന്ത് സംഭാവനയാണത്? റോഡ് വികസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ വികസനം എന്ന് പറയുന്നത്. റോഡും വികസിക്കണം, ഒപ്പം നാടും വികസിക്കണം. അപ്പോഴാണല്ലോ നാടിൻ്റെ പൊതുവായ വികസനം ഉണ്ടാവുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ എണ്ണി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പാർട്ടിക്ക് അപ്പുറത്തേക്ക്, ഒരു UDF സ്ഥാനാർത്ഥിയിൽ നിന്ന് അപ്പുറത്തേക്ക് പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുതിയ ഒരാൾ വരണം, ഈ മണ്ഡലത്തിൽ ഒരു മാറ്റം വരണമെന്ന് എല്ലാ മേഖലയിൽ നിന്നും, യുവത്വത്തിൽ തുടങ്ങി വാർദ്ധക്യ സഹജമായ ആൾക്കാർ ഒരു ആഗ്രഹിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തിയോ? നാട്ടിലെ ആൾക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടോ?
തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. കാരണം അത് അങ്ങനെ കിട്ടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ബഡ്ജറ്റ്, സംസ്ഥാന ബഡ്ജറ്റ് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഒരു ടോക്കൺ എന്നുള്ള നിലയിൽ കോടിക്കണക്കിന് രൂപയുടെ പ്രഖ്യാപനങ്ങളല്ലാതെ ഇപ്പം 2016 താലൂക്ക് ആശുപത്രിക്ക് ഏറ്റവും ആദ്യം നമ്മൾ തുടങ്ങുന്നത് താലൂക്ക് ആശുപത്രിയിൽ നിന്നാണ്. കാരണം ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരും സാധാരണക്കാരും നമ്മളെപ്പോലെയുള്ള ആളുകളും എന്തായാലും ഒരു സ്വകാര്യ ആശുപത്രിയെ നമ്മൾ പോവില്ല. തീർച്ചയായിട്ടും നമ്മൾ ആദ്യം പോകുന്നത് സർക്കാർ ആശുപത്രി. എനിക്ക് ആ പനി വന്നാൽ അല്ലെങ്കിൽ എന്താ അസുഖം വന്നാൽ ഞാൻ ആദ്യം പോകുന്നത് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മളൊരു പൊതു ആതുരാലയങ്ങളെയാണ് സമീപിക്കാറ്. നമ്മളൊക്കെ സാധാരണക്കാരാണ്. പണമില്ലാത്തവൻ പോകുന്നത് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലാണ്. സാധാരണക്കാരൻ ഈ നിയോജക മണ്ഡലത്തിലെ ആൾ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ തേവലക്കരയോട് ചേർന്ന് കിടക്കുന്നുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ വികസനം ചർച്ച ചെയ്യപ്പെടണം. കാരണം ഈ നിയോജക മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവരും ഇടത്തട്ടുകാരും ദുർബല ജനവിഭാഗങ്ങളും എല്ലാം ആശ്രയിക്കുന്ന, പരമ്പരാഗത തൊഴിൽ വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്ന പാവപ്പെട്ടവരെല്ലാം ആശ്രയിക്കുന്ന ഒരു ആതുരാലയമാണ് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി. ആ ആശുപത്രി അതിൻ്റെ വികസനം, കരുനാഗപ്പള്ളി ഒരു പ്രതിപക്ഷ MLA ആണ് ശ്രീ CR മഹേഷ്. കുണ്ടറ ഒരു പ്രതിപക്ഷ MLA ആണ് ശ്രീ PC വിഷ്ണുനാഥ്. ഈ രണ്ടുപേരും അവരുടെ താലൂക്ക് ആശുപത്രികളിൽ കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും നമ്മുടെ നിയോജക മണ്ഡലത്തിലെ താലൂക്ക് ആശുപത്രിയുടെ വികസനവും തമ്മിൽ കമ്പയർ ചെയ്യണം, താരതമ്യം ചെയ്യണം. ഭൗതിക സാഹചര്യങ്ങൾ തുടങ്ങി റീസെൻ്റായി ഏകദേശം 2 ആഴ്ച പോലും ആയി കാണത്തില്ല, സംസ്ഥാന ആരോഗ്യ വകുപ്പിൽ പുതിയതായി കടന്നു വന്ന നിയമനം നേടിയ ഡോക്ടേഴ്സിൻ്റെ എണ്ണം 204 ഒരാളിനെ, സുഹൈൽ അത് മനസ്സിലാക്കണം, ഒരാളിനെ ഈ നിയോജക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് മാത്രവുമല്ല 2016 ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട 50 കോടി രൂപ സ്ഥലമില്ലായ്മ മൂലം ഇപ്പോഴും കടലാസിൽ ഒതുങ്ങിയിരിക്കുകയാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നിശ്ചലമായും. നമ്മളുടെയൊക്കെ ചെറിയ കാലത്ത് നമ്മൾ ശാസ്താംകോട്ട ആശുപത്രിയിൽ പോകുമ്പോൾ എത്രയോ പ്രസവങ്ങൾ നടന്നിട്ടുള്ള ആശുപത്രികളായിരുന്നു. സ്ഥല സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന സമയത്തും. പക്ഷെ ഇന്ന് എത്ര സർജറി അവിടെ നടക്കുന്നു, എത്ര പ്രസവങ്ങൾ അവിടെ നടക്കുന്നു. പോട്ടെ, വൈദ്യുതി നിലച്ചിട്ട് സുഹൈൽ തന്നെ എത്ര തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വൈദ്യുതി നിലച്ച് മണിക്കൂറുകളോളം നിന്നാൽ നാഥനില്ല കളരിയായി താലൂക്ക് ആശുപത്രി മാറി. ഒരു രോഗി അവിടെ ചെന്നാൽ അവരെ റെഫർ ചെയ്യാണ് വണ്ടാനത്തേക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക്. ഒരു റെഫറൽ ക്ലിനിക്കാക്കി അല്ലെങ്കിൽ ഒരു സാധാരണ പനി ക്ലിനിക്കാക്കി ഈ നിയോജക മണ്ഡലത്തിലെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയെ മാറ്റിയതാര്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ കഴിയില്ല. MLA മാത്രം കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, MLA ഇടതുപക്ഷമാണ്. ആരോടാണ് നാം പരാതി ഇത് പറയേണ്ടത് സുഹൈൽ? തീർച്ചയായിട്ടും ഈ നാട്ടിലെ ഒരു തലമുറയോട് ചെയ്യുന്ന അപരാധമല്ലേ ഒരു നാടിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ പിന്നോട്ടടിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയോട് നാം ചെയ്യുന്നു. അതിനകത്തൊരു കക്ഷി രാഷ്ട്രീയമോ സങ്കുചിതമായ ചിന്തകളോ അല്ല, ഒരു പൊതുചിന്തയിൽ. ഈ നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ, ഇപ്പോൾ ചേട്ടനോട് ഞാൻ എല്ലാം സംസാരിച്ചിട്ടുണ്ട്, പുറത്തോട്ട് പോകുമ്പോൾ എല്ലാ ആൾക്കാരും ചോദിക്കുന്നത് എവിടെയാണ് സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ പറയും ശാസ്താംകോട്ടയാണ്, ശാസ്താംകോട്ട കുന്നത്തൂർ നിയോജക മണ്ഡലമാണ്. ഇപ്പോൾ 25 വർഷമായിട്ട് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ലാത്തൊരു മണ്ഡലമാണല്ലോ, പിന്നെ എന്താണ് ഇപ്പോഴും പുള്ളി തന്നെ ജയിക്കുന്നത് എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. 5 വർഷം നിൽക്കുന്നു, പിന്നെ 10 വർഷം നിൽക്കുന്നു, വികസനം ഇല്ലാത്തൊരു മണ്ഡലത്തിൽ എന്താണ് പിന്നെയും പുള്ളി തന്നെ ജയിക്കുന്നത്? അത് എന്താണെന്ന് എന്തെങ്കിലും ഒരു പറയാൻ പറ്റും? എന്തുകൊണ്ട് പിന്നെയും പുള്ളി? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തോതിൽ മേൽക്കൈയുള്ള വോട്ടുകളുടെ എണ്ണം കൂടുതലുള്ള ഒരു നിയോജക മണ്ഡലമാണ്. എന്നാൽ അങ്ങനെ വിജയിച്ചു വരുമ്പോൾ 1982 ശേഷം, അന്ന് ജനതാ പാർട്ടിയുടെ ശ്രീ കോട്ടക്കുഴി സുകുമാരൻ സാർ വിജയിച്ചു വന്നതിന് ശേഷം തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി വിജയിച്ചു വരുന്നൊരു മണ്ഡലമാണ്. അതെല്ലാം പോയിക്കൊള്ളട്ടെ, കഴിഞ്ഞ 10 വർഷക്കാലം തുടർഭരണം കിട്ടി. ആ തുടർഭരണത്തിൻ്റെ ഏതെങ്കിലും ഒരു ആനുകൂല്യം ഒരു മുതിർന്ന അംഗം, സീനിയർ MLA
എന്ന നിലയിൽ എത്രയോ കാലങ്ങളായി സ്ഥിരമായി ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ജയിക്കുന്ന ഒരു നിയോജക മണ്ഡലം. ആ നിയോജക മണ്ഡലത്തിൽ തുടർഭരണത്തിൻ്റെ എന്ത് ആനുകൂല്യമാണ് ഈ നിയോജക മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നത്? ഇന്നവേറ്റീവായ ഒരു വികസന പ്രവർത്തനത്തിൻ്റെ പേര് മാധ്യമ പ്രവർത്തകനായ സുഹേലിന് പറയാൻ കഴിയുമോ? ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ താല്പര്യമാണെന്ന് പറയാം. പോട്ടെ, സുഹൈൽ എന്ന മാധ്യമ പ്രവർത്തകന് ഇന്നവേറ്റീവായി ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈ നാട്ടിൽ നടന്നതിൻ്റെ ഒരു വികസന പ്രക്രിയയുടെ പേര് മാധ്യമ പ്രവർത്തകനായ സുഹൈൽ പറയൂ. താങ്കൾ ഈ നാട്ടുകാരനാണല്ലോ. ഇല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഡയറക്റ്റ് ഇങ്ങനെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ച് ചോദിച്ചതാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് തന്ന മറുപടി ഏറ്റവും കൂടുതൽ നിയമസഭയിൽ ശാസ്താംകോട്ട കായലിനെ പറ്റി സംസാരിച്ചൊരു MLA ഞാനാണ് എന്നാണ്. പിന്നെ അദ്ദേഹം പറയുന്ന മറ്റ് ചില കാര്യങ്ങളും ഒന്നിനൊന്നിനോട് കണക്റ്റഡ് അല്ലാത്ത തരത്തിലേക്ക് ഇത് ഞാൻ പറയുന്നു. നമുക്ക് വ്യക്തമായ ഒരു എനിക്കൊരു പൊളിറ്റിക്സ് ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ പൊളിറ്റിക്സ് ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വിപരീതമായ ചില ഉത്തരങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തിൽ നിന്ന്. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം, ശാസ്താംകോട്ട തടാകവുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ സമരം സുഹേലിന് ഓർമ്മയുണ്ട്. അത് ശ്രീമതി സുഗതകുമാരിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. അന്ന് ഈ ജനപ്രതിനിധി തിരുവനന്തപുരത്താണ് പോയി ശാസ്താംകോട്ട തടാകത്തെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് സത്യാഗ്രഹം കിടന്നത്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർച്ചയായി 10 വർഷം അധികാരത്തിൽ വന്നിട്ടും എന്തേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഈ നിയോജക മണ്ഡലത്തിലായിരുന്നല്ലോ, എന്തേ സ്റ്റാറ്റ്യൂട്ടറി ബോഡി കൊണ്ടുവന്നില്ല? വേമ്പനാട്ട് കായൽ 14 റംസാർ സൈറ്റിൽപ്പെട്ട തടാകങ്ങളെ സംരക്ഷിക്കുന്നതിന് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുണ്ട്. ഇല്ലാത്തത് എവിടെയാ? എന്താ ചെയ്തത്? പരിസ്ഥിതി സൗഹൃദമായ എന്ത് വികസന പ്രവർത്തനമാണ് ഈ സർക്കാർ തലത്തിൽ ഉദ്യോഗസ്ഥർ ഫണ്ട് എഴുതിക്കൊണ്ടു പോകുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറം പരിസ്ഥിതി സൗഹൃദം എന്നുള്ള നിലയിൽ ഇവിടെ ഇപ്പോൾ ഈ വൃഷ്ടിപ്രദേശങ്ങളിൽ എത്രയോ മൊട്ടക്കുന്നുകൾ, ഈ മൊട്ടക്കുന്നുകൾ എന്ന് പറയുന്നത് ജൈവ സമ്പന്നമായ ഈ തടാകത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും സപ്പോർട്ടീവായി നിൽക്കുന്ന ഒന്നാണ് ഈ മൊട്ടക്കുന്നുകൾ. ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി വേണമെന്ന് പറഞ്ഞ് ശ്രീമതി സുഗതകുമാരിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിച്ചിട്ട് പോരാട്ടം നടത്തിയ ആളുകൾ തന്നെയല്ലേ ഈ മൊട്ടക്കുന്നുകൾ ഇടിച്ചു നിരത്താൻ ഈ പടിഞ്ഞാറേക്കരുടെ പഞ്ചായത്തിലെ കരമണൽ ഖനനത്തെ പ്രോത്സാഹിപ്പിച്ച് ഈ മുട്ടക്കുന്നുകളെല്ലാം ഇടിച്ചു നിരത്തിയത്? അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരാണ്? അങ്ങനെയുള്ള ആളുകൾ ഈ അതായത് ഒരു ഇരട്ട വാദമാണ്, ഒരു ഇരട്ട നിലപാടാണ്, ഇല്ലേ? തീർച്ചയായിട്ടും. തങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ, തങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നിലപാട്, അധികാരത്തിൽ വരുമ്പോൾ വേറെ. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ നിയോജക മണ്ഡലം നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്, ഇച്ഛാശക്തിയോടെ ജനപ്രതിനിധിയെ നിയന്ത്രിക്കാത്തത് കൊണ്ടാണ്. ശാസ്താംകോട്ട കായൽ ഏതെങ്കിലും ഒരു പരിഹാസ കഥാപാത്രമാക്കി കോമഡിവൽക്കരിക്കുന്നതല്ലല്ലോ തടാക സംരക്ഷണം എന്ന് പറയുന്നത്. നിയമസഭയിൽ ജാഗ്രതയോടുകൂടിയ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കാനാണ് ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത്. ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ കോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനോ അല്ല ശ്രമിക്കുന്നത്. സത്യസന്ധമായി ഈ തടാക സംരക്ഷണത്തിന് വേണ്ടി ഈ 10 വർഷക്കാലം എന്ന് പറയുന്നത് ഈ 10 വർഷക്കാലമാണല്ലോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഭരണ തുടർച്ച ഉണ്ടായത്. അപ്പോൾ ഈ പറയുന്ന ആളുകളൊക്കെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ശ്രീ PK ഗോവൻ, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഞാൻ പറയുകയാണ്. അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ശ്രീമതി സുഗതകുമാരിയെ കൊണ്ടുവന്ന് ഇവിടെ സമരത്തിന് നേതൃത്വം കൊടുത്തത്. ഈ 10 വർഷക്കാലത്തിനിടയിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡി കൊണ്ടുവരാൻ എന്താ തടസ്സം? ആരാ തടസ്സം? വകുപ്പുകളുടെ ഏകോപനത്തിൽ കൊണ്ടുവരാൻ ഇപ്പോൾ ശാസ്താംകോട്ട വൃഷ്ടിപ്രദേശത്ത്, ബാക്കി എല്ലാ സ്ഥലങ്ങളും പോട്ടെ, ആ വൃഷ്ടിപ്രദേശത്തെ ജനങ്ങൾ പല പഞ്ചായത്തുകളും കുടിക്കുന്നത് മലിനജലമല്ലേ, കലക്കവെള്ളമല്ലേ? പടിഞ്ഞാറേക്കരുടെ പഞ്ചായത്തിൽ ഒരു ജലമല്ലേ കുടിക്കാൻ ഈ തടാക കരയിൽ അധിവസിക്കുന്ന ജനങ്ങൾ കഴിയുന്ന ജീവൽ പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും. കുടിവെള്ളം ജീവൽ പ്രശ്നമല്ലേ? നമ്മൾ 4 കോടി ലിറ്റർ വെള്ളം ദിനേന ഊറ്റിക്കൊണ്ടുപോകുന്ന വാട്ടർ അതോറിറ്റിക്ക് സമ്പത്തുണ്ടാക്കി കൊടുക്കുന്ന ഈ നിയോജക മണ്ഡലത്തിൽ ജനങ്ങൾ മലിനജലം കുടിക്കുകയാണ്. ഇപ്പോൾ കുന്നത്തൂർ മണ്ഡലത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിന് വേണ്ടി കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റാണ് കുന്നത്തൂർ കരുനാഗപ്പള്ളി ശുദ്ധജല പദ്ധതി. ആ ശുദ്ധജല പദ്ധതിക്ക് വേണ്ടി എത്രയോ നാൾ മുമ്പ് ബഡ്ജറ്റിൽ വന്ന ഒരു നിർമ്മാണ പ്രവർത്തനത്തിനായി റോഡുകൾ മുഴുവൻ കുഴിച്ചു. ഇപ്പം കുടിവെള്ളവുമില്ല, റോഡുമില്ല.
ജനങ്ങളാകെ ഇപ്പോൾ അവിടെ ഒരു കുടിവെള്ള സംഭരണിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച അത് തടഞ്ഞിരുന്നു. കാരണം അവർക്ക് കുടിവെള്ളവുമില്ല, കാൽനടയും സാധ്യമാവുന്നില്ല.